പിരിയുന്ന സമയത്ത് ഈ 15-ാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി. അതല്ല, അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഒരു വിവരമില്ല, എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല. ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ചു പോകണം, വലിയ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഞാൻ മുൻ പറഞ്ഞ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഉൾപ്പെട്ട UDF യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. പിന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ രാജിവെച്ചതിലെ അന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്ന വനഭേദഗതി ബില്ലും അതോടൊപ്പം 2-3 കാര്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ജനങ്ങൾ നിലമ്പൂരിലെ പല വിഷയങ്ങളും തടസ്സപ്പെടുന്നു. ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ LDFന് വോട്ട് ചെയ്തത് ആ വിഷയങ്ങളിൽ ആ ഗവൺമെന്റിൽ നിന്ന് പല എതിരായ നടപടികളും ഉണ്ടാകുന്നു. 3-ാമത്തെ കാര്യം, വീണ്ടും LDF ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു. 3-ാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നരേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല.